നമസ്കാരം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥാപനത്തിൽ ഒരു പുതിയ കെട്ടിടം പണിതപ്പോഴത്തേക്കിന് പഴയ ഫർണിച്ചർ കാര്യങ്ങൾ, പഴയെന്ന് വെച്ചാൽ നല്ല പഴക്കമുള്ള കസേരകൾ, ചാരു കസേരകൾ, അരിപ്പെട്ടി, പഴയ നമ്മളെ ഈ കയറ് വരിഞ്ഞ കട്ടിലുകൾ, അങ്ങനെ കുറേ ഉരുപ്പടികൾ നമുക്ക് കാണാനിടയായി. ഇപ്പോൾ അതെല്ലാം മെയിൻ്റെനൻസ് ചെയ്ത് അതെല്ലാം പോളിഷ് ചെയ്ത് ആ പഴമ തന്നെ നിലനിർത്തണം. ആ പഴയ സാധനങ്ങൾ ഒന്ന് കാണണ്ടേ എന്തൊക്കെയാണെന്ന്? നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കസേരയാണ്. അതിൻ്റെ പണികൾ കണ്ടോ? അതിൻ്റെ ആ കുറിയതൊക്കെ വന്നേക്കുന്നുണ്ടോ? നല്ല രസമല്ലേ കാണാൻ? ഇതിൻ്റെ എല്ലാം പ്ലാസ്റ്റിക് പോയിട്ടുണ്ട്. ഇതിൻ്റെ പലക പോയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഷെഡിനകത്ത് കിടന്ന് ചില കാലൊക്കെ ദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ 4 കാലല്ല ഇരിക്കുന്നത്, ഡിസ്കോ കളിക്കും. അപ്പോൾ അതെല്ലാം ലെവൽ ചെയ്യണം. പഴയ ചാരു കസേര, അതിൻ്റെ പ്ലാസ്റ്റിക് പോയി, അതിൻ്റെ കൈവരി രണ്ടും പോയിട്ടുണ്ട്. പിന്നെ ആ കാലെന്നുള്ള അത് ജോയിൻ്റാണ്, ആ വളവ് അത് ഇളകി കിടക്കുക. അവിടെ നമ്മൾ പീസ് വെച്ച് അത് ഡിസൈനൊക്കെ ചെയ്ത് റെഡിയാക്കി എടുക്കണം. ദിവാങ്കോട്ട്, അതിൻ്റെയും പ്ലാസ്റ്റിക് എല്ലാം പോയിരിക്കുക. പ്ലാസ്റ്റിക് പോയിട്ടുണ്ട്. മൊത്തത്തിൽ അതിനൊരു ഇളക്കമുണ്ട്. എല്ലാം റെഡിയാക്കി എടുക്കണം. പിന്നെ പഴയ കയറ് വരിഞ്ഞ കട്ടിൽ, പഴയ അരിപ്പെട്ടി. ഈ അരിപ്പെട്ടിയൊക്കെ ഇതിൻ്റെ എല്ലാം പോയിട്ടുണ്ട്. അടിയിലത്തെ പലകയെല്ലാം പോയിട്ടുണ്ട്. അതെല്ലാം മാറി ഇതെല്ലാം റെഡിയാക്കി എടുത്ത് പോളിഷെല്ലാം ചെയ്ത് അതിൻ്റെ 2 സൈഡിലും പിച്ചള കെട്ടണം. ആ പിച്ചളയൊക്കെ കെട്ടി വരുമ്പോഴേ അതിനെ കാണാനുള്ളൊരു എടുപ്പ് വരത്തുള്ളൂ. നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ആന നിൽക്കുന്നത് പോലെ. മിക്കതിൻ്റെയും പ്ലാസ്റ്റിക് പോയിട്ടുണ്ട്. പിന്നെ കസേരയ്ക്കെല്ലാം നല്ല ഇളക്കമുണ്ട്. ഒരു കട തുടങ്ങേണ്ട സാധനമുണ്ടല്ലേ? ഇനിയുണ്ട്. പഴയ മേശകൾ,